SFI നേതാവിന്റെ പ്രതികരണം. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് സംസാരിക്കുകയാണ്. വൈസ് ചാൻസലർമാർ ശ്രമിക്കുന്നത് അതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിനെതിരായ അതിശക്തമായ സമരം കേരളത്തിലെ എല്ലാ തെരുവോരങ്ങളും ഉയർത്തിക്കൊണ്ടുവരും. വിദ്യാർത്ഥികളുള്ള ഇടങ്ങളിലെല്ലാം അവർ സംഘടിക്കും, അവർ മുദ്രാവാക്യം വിളിക്കും, അവർ സമരമായി മാറും. അവർ ഈ സാഫ്രണൈസേഷനെ, സംഘപരിവാരവൽക്കരണത്തെ അംഗീകരിക്കുന്നവരല്ല. അതാണ് കേരള സർവകലാശാല VC-യുടെ രാജി SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടി ഉന്നയിച്ചുകൊണ്ടാണോ ഇനിയുള്ള സമരം? തീർച്ചയായും അദ്ദേഹത്തിന് ഈ കേരള സർവകലാശാല VC തുടരാൻ അവകാശമില്ല. അദ്ദേഹം താൽക്കാലിക VC ആണ്. താൽക്കാലികക്കാരിക്ക് ചുമതല കൊടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞ വകുപ്പിൽ കേട്ടിട്ടുണ്ടോ? ആ താൽക്കാലികക്കാരി ഇവിടെ വന്നിരുന്നു, ഞാനാണ് രാജാവ്, രാജഭക്ത, ഏറ്റവും പ്രധാനപ്പെട്ട രാജഭക്ത എന്ന് പറഞ്ഞ് ഇവിടെ ഉത്തരവിറക്കല്ലേ? എന്താ അവർക്ക് അവകാശം? ഒരു ഡോക്ടറേറ്റ് ഉണ്ടോ അവർക്ക്? കേരള സർവകലാശാലയിൽ എത്ര സ്കോളർമാരെ പഠിക്കുന്നത് നിങ്ങൾ കണക്കെടുത്താൽ മനസ്സിലാവും. കാര്യവട്ടത്തും ഇവിടെ യൂണിവേഴ്സിറ്റിയിലുമെല്ലാം വിവിധ സ്കോളർമാർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ദാക്ഷിണികമായ നേതൃത്വമാണ് ഒരു വൈസ് ചാൻസലർ കൊടുക്കുന്നത്. മഹാദേവൻ പിള്ള സാറിനെ പോലുള്ളവർ ഇരുന്ന കസേരയാണത്. ഒന്ന് മറന്നുപോയിക്കൂടാ. അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമില്ലോ. അവിടെയാണ് ഒരാൾ വന്നിരിക്കുന്നത്, ഞാൻ VC ആണെന്ന് പറഞ്ഞിട്ട്. സിസ തോമസിനെ തടയും, കേരള സർവകലാശാല പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് SFI. VC ആയിരിക്കാൻ യോഗ്യതയില്ലെന്നേ, അവരെ തിരിച്ചറിയണ്ടേ? യോഗ്യതയില്ലാത്തൊരു പദവിയിൽ കയറി ഇരിക്കാൻ വേണ്ടി ഇരിക്കാൻ പാടുണ്ടോ? കുരങ്ങ് പൂമാല കാണുമ്പോൾ പൂമാല തട്ടിപ്പറിക്കാൻ ചാടുന്ന പോലെ ഒരു സ്ത്രീ ചാടാൻ പാടുണ്ടോ? അവർ മനസ്സിലാക്കണ്ടേ അവർക്ക് ഇനി യോഗ്യതയില്ലാതെ. ശിവപ്രസാദിന്റെ പ്രതികരണമാണ്. ശക്തമായ പ്രതിഷേധം SFI തുടരും. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ VC-ക്കെതിരായ പ്രതിഷേധം തുടരുമെന്നതാണ് SFI-യുടെയും CPM-ന്റെയും പ്രഖ്യാപനം.